ഹലോ എവറി വൺ, വെൽക്കം ടു പച്ചവെള്ളം എഡ്യൂക്കേഷൻ. സോ നമ്മുടെ വെയിറ്റ് ഒക്കെ അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. സോ ജൂൺ 2026 UGC നെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ലേറ്റ് ആവുന്നതെന്ന്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ കഴിഞ്ഞിട്ടുള്ള ഡിസംബർ 2025 എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 3 സബ്ജക്റ്റുകൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് വന്നിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ 3-നായിരുന്നു. അതുപോലെ ലേറ്റ് ആയിട്ടായിരുന്നു റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ആൻസർ കീയിൽ വന്നിട്ടുണ്ടായിരുന്ന ഇഷ്യൂസ്. അതുപോലെ നിങ്ങൾക്കറിയാം, ഏപ്രിൽ 23-നാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാം, ബാക്കി കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, NTA ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവാം. NTA ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണാം. നോക്കൂ, പബ്ലിക് നോട്ടീസ് ഫോർ ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഓഫ് UGC നെറ്റ് ജൂൺ 2026 എക്സാം. സോ ജൂൺ 2026 എക്സാമിലോട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതായിട്ടുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു PDF ആണ് കിട്ടുന്നുണ്ടാവും അല്ലേ. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ നോക്കുക, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കുക, ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതനുസരിച്ച് തന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല. ഇത്ര ഡേയ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ഡേയ്സ് ഉണ്ടല്ലോ, ഡേറ്റ് വന്നിട്ടില്ലല്ലോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ എന്നൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയം നമ്മുടെ അടുത്ത് ഇല്ലേന്. നോക്കൂ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സബ്മിഷൻ വന്നിട്ടുള്ളത് 29 ഏപ്രിൽ തൊട്ട് 20 മെയ്, അതായത് അടുത്ത മാസം 20-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് എക്സാമിനേഷൻ ഫീ, അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എക്സാമിനേഷൻ ഫീയും കൂടി നിങ്ങൾ കൊടുക്കുന്ന സമയത്താണ് ദിസ് ആപ്ലിക്കേഷൻ വിൽ ബി കംപ്ലീറ്റ്. ഓക്കെ, അത് കൊടുക്കേണ്ട ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20 മെയ് 2026 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, ഫ്രം 22 മെയ് 2026 ടു 24 മെയ് 2026 അപ് ടു 11:50 PM ആണ്. ഓക്കെ, ഇനി എക്സാം സിറ്റീസ് അനൗൺസ് ചെയ്യുന്ന സമയം നോക്കൂ, നിങ്ങൾ ജൂൺ 10-നാണ് വരുന്നത്. ഓക്കെ, ദെൻ ഡൗൺലോഡിങ് ദ അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, 15 ജൂൺ 2026. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. നോക്കൂ, 22 ജൂൺ 2026 ടു 30 ജൂൺ 2026. സോ അവരെന്ത് ചെയ്യുന്നുണ്ട്, 1 വീക്ക് കൊണ്ട് തന്നെ ഏകദേശം തീർക്കാനുള്ള ഒരു പ്ലാനാണ് അല്ലേ. ഇത്രയും കണ്ട ഈ ഒരു സബ്ജക്ട്സുകൾക്കെല്ലാം അവർ ഇത്രയും ഒരു ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, 22 ജൂണാണ് നിങ്ങളുടെ എക്സാം. നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ടൈം ടേബിളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ കൂടും 22 ജൂണാണ് നിങ്ങളുടെ എക്സാം എന്ന് കരുതിയിട്ട് തന്നെ പഠിക്കുക. കാരണം അത് കഴിഞ്ഞപ്പോൾ 30 ജൂൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എത്രയാണുള്ളത്, ഒരു 1 വീക്കല്ലേ ഉള്ളൂ മുന്നിൽ. ആ 1 വീക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിവിഷനും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ടൈം ടേബിൾ വന്ന് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡേറ്റും അതുപോലെ എക്സാമിൻ്റെ സെൻറ്ററും ഡേറ്റും ഏത് ഷിഫ്റ്റിലാണ്, നിങ്ങൾ ഷിഫ്റ്റ് 1-ലാണോ ഷിഫ്റ്റ് 2-ലാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഇവിടെ സൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഈ സൈറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ദെൻ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് ആളുകൾക്ക് ₹1150 ആണ്. ഓക്കെ, ദെൻ ജനറൽ EWS OBC NCL കാറ്റഗറീസിന് ₹600 ആണ് വരുന്നത്. ദെൻ SC ST PWD ആൻഡ് തേർഡ് ജെൻഡേഴ്സിന് വരുന്നത് ₹325. ഓക്കെ, സോ ഇതാണ് ഈ ഒരു നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് വായിക്കുക. എല്ലാവരും മാക്സിമം പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ലാസ്റ്റിലോട്ട് ഇടുന്ന സമയത്ത് കൂടുതൽ സൈറ്റ് ഹാങ് ആവാനുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഫോട്ടോസും അതുപോലെ സിഗ്നേച്ചേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ കുട്ടികളെ ഇഷ്യൂസ് പറയുന്ന ഒരു ഘട്ടം വരും നമ്മൾ അവസാനത്തിലോട്ട് ഇട്ടാൽ. അപ്പോൾ എത്രയും മാക്സിമം പെട്ടെന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഫോമൊക്കെ ഫിൽ ചെയ്ത് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.